ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമുക്ക് ഇന്നൊരു ചിക്കൻ ബിരിയാണി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ ബിരിയാണിക്ക് ആവശ്യമായ മല്ലിയില, പുതിന ഇല, കാശ്മീരി മുളക് പൊടി, ബിരിയാണി മസാല, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ഒരു തക്കാളി, ആവശ്യത്തിന് സവാള, സ്പൈസസുകൾ, ചിക്കൻ നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് ഇച്ചിരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നമ്മളൊരു അരമണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നതാണ്. 1 കിലോ ജീരക സംഭ അരിയാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബിരിയാണി തയ്യാറാക്കുന്ന കുക്കർ അടുപ്പിൽ വെച്ചിട്ട് കുക്കർ നല്ല ചൂടായതിനു ശേഷം റീഫണ്ട് ഓയിൽ ആവശ്യത്തിന് നമുക്ക് എണ്ണ നല്ല തിളച്ചതിന് ശേഷം നമ്മുടെ സ്പൈസസ് നമുക്ക് ചേർക്കാവുന്നതാണ്. സ്പൈസസ് ചേർത്ത് കഴിഞ്ഞത് നമ്മൾ സവാള ചേർത്ത് നമ്മൾ നല്ലതായി വഴറ്റുക. നല്ല വഴണ്ടതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതായിട്ട് വഴറ്റി ആ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ തക്കാളി ചേർക്കും. തക്കാളി നല്ല വഴണ്ടതിന് ശേഷം നമ്മൾ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, അതും ചേർത്ത് നമ്മൾ ബിരിയാണി പൗഡറും ചേർത്തിട്ട് എരിവെല്ലാം ഞാൻ നമ്മുടെ ചിക്കൻ നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതിന് നമ്മൾ എരിവ് ചേർത്തിട്ടുണ്ട്. അപ്പം എരിവെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാം. മുളക് പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ചേർക്കാം. ചിക്കൻ നല്ല മസാലകളെല്ലാം കൂടെ ചേർന്ന് നല്ലതായി പിടിക്കുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചി കുറച്ച് വഴണ്ടതിന് ശേഷം നമ്മൾ പുതിനയിലയും മല്ലിയിലയും ചേർത്ത് ഒന്ന് വഴറ്റും. മല്ലിയിലയും പുതിനയുടെ ഇലയും നല്ല വഴണ്ടതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ചേർക്കാം. രണ്ടതിന് ശേഷം നമുക്ക് 1 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യാം. അതെല്ലാം ചിക്കനിൽ നല്ല മിക്സ് ചെയ്തതിന് നാരങ്ങ നീരും തൈരും ചേർക്കുമ്പോൾ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആവും. തൈരും നാരങ്ങ നീരും ചേർത്ത് ചിക്കൻ നല്ല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ ഈ മസാലകളെല്ലാം ഈ അരിയിൽ പിടിക്കുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിളച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം.
ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ 3.5 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ മൂടിയതിന് ശേഷം സ്റ്റീം വന്നതിന് ശേഷം തീ ചെറുകയാക്കിയിട്ട് ഒരു വിസിൽ ശബ്ദം കേട്ടതും നമ്മൾ ഓഫാക്കി നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നമുക്ക് തുറന്നു നോക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. അച്ഛാ, എങ്ങനെയുണ്ട് ബിരിയാണി? കഴിച്ചിട്ട് പറഞ്ഞേ. സൂപ്പർ.